അങ്ങനെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ കാമുകനെ വിശ്വസിച്ച് നാട്ടിലുണ്ടായിരുന്ന ചെറിയ ജോലിയും ഉപേക്ഷിച്ച് ലീന അയാളോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നു. അവർ വന്നെത്തുന്നത് ഈ സുഖവാസ കേന്ദ്രത്തിലാണ്. ഒരു ഹോട്ടൽ മുറിയിൽ കുറച്ചു ദിവസം താമസിക്കുന്നു. കാമുകന്റെ ആവേശം കെട്ടടങ്ങിയപ്പോൾ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരു രാത്രി പതിവ് പോലെ കാമുകനെ കെട്ടിപ്പുണർന്നുറങ്ങാൻ കിടന്ന അവൾ രാവിലെ ഉണർന്നപ്പോൾ അവനില്ല. നാട്ടിലേക്ക് അവൾ തിരിച്ചു പോകുന്നില്ല. എന്തുകൊണ്ട്? പാവപ്പെട്ട വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങി പോകുന്നതുകൊണ്ട്. അതൊരു കാരണം. മറ്റൊന്ന്, അവൾ ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. ആ കുട്ടിയെ വളർത്താൻ തന്നെ അവൾ തീരുമാനിച്ചു. സ്വന്തം ശരീരം വിറ്റ്. ഇവിടത്തെ ഓരോ ഹോട്ടലുകളിലും അവൾ മാറി മാറി താമസിക്കുന്നു. വർഷങ്ങളായി. ഇവിടം വിട്ട് അവൾ എങ്ങും പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാമോ ലേഖയ്ക്ക്? തന്നെ നശിപ്പിച്ചിട്ട് പോയ കാമുകൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണ്ട്. കറക്റ്റ്. യു ഗോട്ട് ദി ക്യാരക്ടർ. അയാളെ കാണുമ്പോൾ ഇത്തരം ഒരു കഥാപാത്രം എങ്ങനെ റിയാക്ട് ചെയ്യും അത് പറയാമോ? പൊട്ടിത്തെറിക്കും. കറക്റ്റ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. എന്റെ സിനിമയിലെ ഏറ്റവും വലിയ മുഹൂർത്തം അതാണ്, നിന്റെ അഭിനയത്തിൽ. വാസന്തി, ക്ഷമിക്കണം സാർ. കടന്നു വരൂ. ഞാൻ പോയേക്കാം സാർ. Come on, be seated. ലേഖ, മനസ്സിലായില്ലേ? അറിയാം സാർ. ഇത് വാസന്തി. എന്റെ എല്ലാ ചിത്രങ്ങളിലും എന്തെങ്കിലും ഒരു വേഷം കാണും. ഇരിക്കൂ. ഇരിക്കുന്നില്ല സാർ. എനിക്കൊരു പെഗ് വേണമായിരുന്നു. സാറിന് മുറി കാണുമെന്ന് എനിക്കറിയാം. എടുത്ത് കഴിച്ചോളൂ. ഊണിന് മുമ്പ് ഒരു പെഗ് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖവും ഇല്ല. അതുകൊണ്ട് സാർ. വാസന്തി ഒരു കന്യാസ്ത്രീയുടെ വേഷമായി ഈ പടത്തിൽ ചെയ്യുന്നത്. ഞാൻ പോകുന്നു സാർ. മതിയോ? മതി സാർ. ലേഖ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി ഒന്ന് വായിക്കും. ഇതാകെ വായിച്ചു കഴിയുമ്പോഴേക്കും ലേഖയ്ക്ക് ഒരു പുനർജന്മം കിട്ടും എന്ന് എനിക്കറിയാം. ലീനയായിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഉറക്കം നിന്ന് വായിക്കണ്ട, നാളെ വർക്കുള്ളതാ. പ്ലീസ്. എന്താ? ഞാൻ കൃഷ്ണദാസ്. ഈ പടത്തിൽ എനിക്കൊരു വേഷമുണ്ട്. ഗുഡ്. ഞാൻ മുറിയിലേക്ക് വെക്കുള്ളൂ. ലേഖ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക്സ്. ലേഖയുടെ അഭിനയം എനിക്ക് ഇഷ്ടമാണ്. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ഇത് എവിടെയായിരുന്നു ശാന്തമേ? എത്ര നേരം ഇതെല്ലാം വെച്ചോണ്ട് കാത്തിരിക്കുന്നത്? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എനിക്ക് പിന്നെ കഴിച്ചു തുടങ്ങിയേക്കാമെന്ന് വെച്ചു. അമ്മാവൻ അല്പം വെള്ളം കുടിക്കും. സാപ്പാട് എടുത്ത് വയ്ക്കട്ടുമാ? ചെല്ലി ചാപ്റ്റർ പഠിക്കും. ലാപ്ര ചാപ്റ്റർ. എന്താ ചോദിച്ചത്? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പറയാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയതാവും. കഴിഞ്ഞ ദിവസം ലേഖ എന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചില്ലേ? പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നീട് തോന്നി നിന്നോട് പറയുന്നത് ഒരു ആശ്വാസമായിരിക്കും. സത്യം പറഞ്ഞാൽ അകലങ്ങളിൽ ഔട്ട്ഡോർ പോകുന്നതാണ് എനിക്കിഷ്ടം. വീട്ടിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുമല്ലോ. വീടിനോട് അത്രയ്ക്ക് വെറുപ്പാണോ? സ്നേഹം തോന്നേണ്ട കാര്യങ്ങളൊന്നും അവിടില്ല. മകൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അവൾ വീട്ടിലുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. പകൽ തമ്മിൽ കാണുന്നതിന് ഒരു അത്ഭുതമാണ്. രാത്രിയിൽ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടക്കുന്നത് കാണാറുണ്ട്. അതെന്താ അങ്ങനെ? ഒരു കലാകാരനെ മനസ്സിലാക്കാനുള്ള സന്മനസ് അവൾക്കില്ല. ഞാനൊരു കൺസർവേറ്റീവ് ഫാമിലിയിൽ ജനിച്ച ഒരുതരം റിബലായിരുന്നു. ഞാനൊരു കോംപ്രമൈസ് ചെയ്തതാണ് ഈ കല്യാണം. അതായത് അച്ഛന്റെയും അമ്മയുടെയും വാക്കനുസരിച്ചു എന്നർത്ഥം. ലേഖയ്ക്ക് ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സാറിന്റെ പടങ്ങളൊന്നും അവർ കാണാറില്ലേ? സിനിമ കാണുന്നത് തന്നെ ഒരുതരം പാപമാണെന്നാണ് അവൾ കരുതുന്നത്. ഈ പേരും പെരുമയും അവാർഡും ഒക്കെ എന്തിനാണെന്ന് അവൾ കൂടെ കൂടെ ചോദിക്കാറുണ്ട്. ഞാനെന്ത് മറുപടി പറയും? പിന്നെ എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളൊക്കെ അവൾക്ക് പകരമാണെന്നാണ് അവളുടെ ധാരണ. അവൾക്ക് വേണ്ടി എന്റെ കലാജീവിതം ഞാൻ ഉപേക്ഷിക്കണം. പറയൂ, പറയൂ. എനിക്കറിയില്ല. ഇവന്റെ ഭാര്യയാണല്ലേ? ഇവനെ വിശ്വസിക്കരുത്. ഒരിക്കൽ ഞാൻ ഇവന്റെ കൂടെ ഭാര്യയെ പോലെ കഴിഞ്ഞവളാ. നമുക്ക് പോവാം. ഭ്രാന്തിയാണ്.
എന്റെ ജീവിതത്തിൽ എന്തോ ചെയ്തു എന്നൊരു തോന്നൽ എനിക്കിപ്പോഴാണ് ഉണ്ടായത്. ഇവിടം വിട്ട് അല്ല, അങ്ങേ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ലേഖ, ഇതൊരു പിരിയലായി കരുതണ്ട. നാം ഇനിയും കണ്ടുമുട്ടു. അതാണ് ഡെസ്റ്റിനി എന്ന് തോന്നുന്നു. മുമ്പൊരിക്കലും ഒരു നടിയോടും എനിക്ക് ഇങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. ലേഖ പറ്റുള്ളൂ. ഞാൻ മദ്രാസിലെത്താൻ ഇനിയും 2 ദിവസം വൈകും. എത്തിയാലുടൻ ഫോൺ ചെയ്യാം. വി വിൽ മീറ്റ് ഓൾസോ, റൈറ്റ്? പോവുകയാണല്ലേ? അതെ, വരട്ടെ. ഞാൻ നാളെ മദ്രാസിലെത്തും. ഒരു ദിവസം ലേഖയുടെ വീട്ടിൽ വരാം. നാണുകുട്ടാ, മദ്രാസിൽ വന്നിട്ട് കാണാം. ശരി, കാണാം. ശരി. വണ്ടി വരും. ഈ പടം ഒന്ന് റിലീസായി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം ആരാ? നമ്മുടെ ശാന്തമ്മ. ലേഖ എന്ന് പറയടാ. അവന്റെ ഒരു കാന്തമ്മ കാന്തമ്മ. അത് തന്നെ ലേഖ. പക്ഷെ അതൊന്നും അവളുടെ കഴിവല്ല, പിന്നെ ആരുടെ കഴിവാ? ഡയറക്ടർ സുരേഷ് ബാബുവിന്റെ കഴിവാണ്. എന്താ ചേച്ചി, പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്യുന്നൊന്ന് കാണേണ്ട കാഴ്ചയാ. ഈ ഇരിക്കുന്ന നമ്മുടെ അമ്മയില്ലേ, പുള്ളിക്കാരന്റെ കയ്യിലോട്ട് കൊടുത്താൽ ഒറ്റ ആഴ്ചക്കുള്ളിൽ 1-ാം തരം ഒരു നടിയാക്കി തിരിച്ചു തരും. അപാര കഴിവ്. എന്നാ പിന്നെ നീ എന്നെ കൂടെ കൊണ്ടുപോടാ ദുഷ്ട. കണ്ടോ വയസ്സായിട്ടും താരമാകാനുള്ള ഒരു കൊതി. ഈ പടം ഒന്ന് പുറത്ത് വന്നോട്ടെ. അവളുടെ തുക ഞാൻ 50,000 ആക്കും. അവിടെ നിന്ന് മേലോട്ട് പോയാൽ മതി, താഴോട്ട് വരണത്. ഓരോ പടത്തിലും ഞാൻ തുക കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ മദ്രാസിൽ ഞാനൊരു വീട് വയ്ക്കും. കൊട്ടാരം പോലൊരു വീട് വയ്ക്കണം. ஹலோ, வந்திருக்கு. பாம்பேல இருந்து ஒரு நல்ல பார்ட்டி, ஹிந்தி படம் எடுக்கிறவங்க. பழக்கப்படுத்திட்டா உனக்கு பிரயோஜனப்படும். லேகாவை கூப்பிடு, நான் பேசுறேன். മോളെ രാമയ്യനാ ഫോണിൽ. ഹലോ, മേലാൽ രാമയ്യൻ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വിളിക്കരുത്. ഇതിവിടെ അവസാനിച്ചിരിക്കുന്നു. And the award for the Best Actress of the Year goes to Kumari Lekha for her performance in the Malayalam film Oru Veshiyode Katha. Congratulations. Thank you. How are you? Fine. How are you? അമ്മേ, ഇതാണ് മിസ്റ്റർ കൃഷ്ണദാസ്. മനസ്സിലായി.
You know what she is now. ഇതെല്ലാം കൂടെ എങ്ങനെ ഭയങ്കര പ്രോബ്ലം ആയിട്ട് വാങ്ങി. ഹലോ നളിനി, ഹായ്. ഇറങ്ങുന്നില്ലേ? നേരം വളരെ ഇരുട്ടി, ഇനി ഒരിക്കല. ലേഖേ, ഐ ഫീൽ വണ്ടർഫുൾ. ഒരിക്കലും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോകാം. പോകാം. എവിടെ? എവിടെയും. അമ്മയോട് ചോദിക്കണ്ടേ? ചോദിക്കണോ? ചോദിച്ചിട്ട് വരാം. No, 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 ഇപ്പൊ വേണ്ട. ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇനി ഒരിക്കലാകാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ നീ വിളിക്കും. ശരി. 25,000 ரூபாய் இதுக்கு மேல நான் எந்த ஹீரோயினுக்கு கொடுத்ததில்ல. അതൊക്കെ പണ്ടായിരുന്നു ചെട്ടിയാർ സാറേ. 50,000 കുറഞ്ഞ് ഞങ്ങളിപ്പോ വാങ്ങുന്നില്ല. 50,000 ரொம்ப ஜாஸ்தியா நாம போலாம். கருங்க சார். சரிமா 30. 50 കുറയില്ല. വെറുതെ അതും പറയണ്ട. போகலாம் சார். உட்காருங்க சார். 40. ചെട്ടിയാർ സാറിന്റെ കളിയാക്കാണോ? അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞത് മുതൽ തെലുങ്കാരും ഹിന്ദിക്കാരും ഇവിടെ വട്ടവട്ടം നടക്കുകയാണ്. നിങ്ങൾക്ക് കോശിട്ട് വേണമെങ്കിൽ 50,000 രൂപ കൊടുത്തിട്ട് പോ. ഫുള്ളാ വേണമാ? വേണ്ട വേണ്ട, അഡ്വാൻസ് 15,000 രൂപ.
ഇന്നെന്താ ലേറ്റായോ? ഞാൻ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഷൂട്ടിംഗ് 2 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തു. ഉറങ്ങിക്കാണുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. വിശേഷിച്ച കാര്യമൊന്നുമില്ല. ദിവസവും ആ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിൽ എന്തോ പോലെയാ. ആ അതിരിക്കട്ടെ, കഥ ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കഥാപാത്രത്തിന് പറ്റിയ നടിയെ തേടുകയായിരുന്നു ഞാൻ. അപ്പൊ നിന്നെ കിട്ടി. ഇപ്പോ നിനക്ക് പറ്റിയ കഥാപാത്രത്തെ തേടുകയാണ് ഞാൻ. കഥ എന്തായാലും കൊള്ളാം. ഇപ്രാവശ്യത്തെ ലൊക്കേഷൻ വളരെ അകലെ എവിടെയെങ്കിലും ആയിരിക്കണം. കാശ്മീർ മതി കേട്ടോ, നല്ല രസമായിരിക്കും. ആദ്യം കഥ കണ്ടുപിടിക്കട്ടെ, ലൊക്കേഷൻ പിന്നീട് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും എക്സോട്ടിക് പ്ലേസസിലേ പോകാറുള്ളൂ എന്ന് നിനക്കറിയില്ലേ? എവിടെയായാലും ഒന്ന് വേഗം വേണം. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ കൊതിയായി. ഇപ്പോഴോ? ഞാൻ റെഡി. ഓക്കെ, ഗുഡ് നൈറ്റ്.